രാവിലെ തന്നെ പുറത്ത് പോകാനുണ്ടായിരുന്നു. ബസ് കയറിയപ്പോഴാണ് ഓർത്തത് എയർപോർട്ട് എടുത്തിട്ടുണ്ടായിരുന്നില്ല എന്ന്. ഇതുപോലൊരവസ്ഥ വന്നിട്ടുള്ളവർക്ക് മനസ്സിലാവും. ഇനി എങ്ങനെ അങ്ങോട്ട് തള്ളി നീക്കുമെന്ന് ആലോചിച്ചിട്ട് ഒരെത്തും പിടിയില്ലായിരുന്നു. പക്ഷേ പെട്ടെന്ന് തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു. എത്തിയപ്പോഴും ഒടുക്കത്തെ ബ്ലോക്ക്. ഈ റോഡൊന്ന് ക്രോസ് ചെയ്യാൻ പെട്ട പാട് എനിക്ക് മാത്രമേ അറിയുള്ളൂ. പിന്നെ ഷോപ്പിൽ എത്തിയിട്ടുണ്ട്. എനിക്കൊരു മെറ്റീരിയൽ എടുക്കണമായിരുന്നു. പക്ഷെ വന്നിട്ട് കണ്ടിട്ട് എനിക്കൊന്നും അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല. എന്തെന്നറിയില്ല. എപ്പോഴും എൻ്റെ കണ്ണീ പച്ചയിലാണ്. ഈ ഫ്ലൂറസൻ്റ് അല്ല, മറ്റേ പച്ച. പിന്നെ അവിടെ കട ഫുള്ളൊന്ന് അരിച്ച് പറക്കി നോക്കിയിട്ട് പിന്നെ ഫാൻസിയുടെ സെക്ഷനിൽ പോയി. ഈ ഒരു ക്ലിപ്പ് എനിക്ക് ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ. നല്ല പൂക്കി വൈബ്. പണ്ടൊക്കെ ആണെങ്കിൽ കുറേ വാരി കൂട്ടിയെടുത്തേനെ. പക്ഷേ ഇപ്പം അത്ര വലിയ താല്പര്യമൊന്നുമില്ല. കാണുമ്പോൾ രസമുണ്ടെന്നേ ഉള്ളൂ. പിന്നെ എപ്പോഴും പോയാലും ഈ ഒരു സെക്ഷൻ എത്രയൊക്കെ കമ്മലുണ്ട് എന്ന് പറഞ്ഞാലും പിന്നും പിന്നും കാണുമ്പോൾ എല്ലാം കൂടി വാരി കൂട്ടാൻ തോന്നും. പിന്നെ ഈ ഒരു കമ്മൽ ഭയങ്കര ക്യൂട്ട് കേട്ടോ. നല്ല രസമുണ്ട്. ഒരു വെറൈറ്റി ആയിട്ടുള്ള സംഭവം. അപ്പോൾ നോക്കുമ്പോൾ സൈഡിൽ ഒരു ബൊമ്മക്കൊട്ട് ഒളിച്ചിരിപ്പുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു ഡ്രസ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. 250 റേറ്റ് ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ സൈസ് ഇല്ലാത്തതുകൊണ്ട് എടുക്കാൻ പറ്റിയില്ല. ആ വിഷമത്തിൽ ഞാൻ തിരിച്ചു പോയി. വന്ന കാര്യവും നടന്നില്ല, ഒന്നും നടന്നില്ല. എന്തായാലും സാരമില്ല, എന്തെങ്കിലുമൊക്കെ ആവട്ടെ എന്ന് എഴുതിയിട്ട് തിരിച്ച് വീട്ടിൽ പോകും. ഞങ്ങൾക്ക് 20 രൂപ ടിക്കറ്റാട്ടോ. പിന്നെ ഞാനിരുന്ന സൈഡിൽ വെയിലില്ലാന്ന് കരുതി. പക്ഷേ ദൈവം സഹായിച്ച് അവിടെ തന്നെ ആയിരുന്നു വെയിൽ. പിന്നെ തിരിച്ചു വന്നപ്പോൾ ജിംബുവിൻ്റെ ഒരു സ്നേഹപ്രകടനം കാണണം. പിന്നെ നമുക്ക് മീൻകറി ആയിരുന്നു കേട്ടോ. തേങ്ങയൊക്കെ അരച്ച് നല്ല, ഈ ഒരു മീനിൻ്റെ പേര് വങ്കടയെന്നാണ് ഞങ്ങളുടെ സൈഡിൽ പറയുന്നത്. നല്ല കട്ടിക്ക് തേങ്ങയൊക്കെ അരച്ചിട്ട് ഉണ്ടാക്കുന്ന കേട്ടോ. നല്ല കറിയാണ്. പക്ഷെ എനിക്കങ്ങനെ മീൻകറിയുടെ ഫാനൊന്നുമില്ല. ഞാൻ പിന്നെ കണ്ടപ്പോൾ എടുത്തതേ ഉള്ളൂ. പിന്നെ വന്നിട്ട് ചോറൊക്കെ കഴിച്ചു, നല്ലോണം ചോറ് കഴിച്ചു. അപ്പം എന്തായാലും വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.